ഒരു പ്രധാനമന്ത്രിയുടെ 12 വർഷത്തെ ഭരണ ചരിത്രത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ തോൽവി സംബന്ധിച്ച് സ്വന്തം ക്യാബിനറ്റ് മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വന്ന സാഹചര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, മോദി സർക്കാരിന്റെ 12 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ജനകീയ സമരത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവാർത്ത വന്നപ്പോൾ രാജ്യം ഒന്നടങ്കം ഞെട്ടി. അഹന്തയുടെ കൊടുമുടിയിൽ നിന്ന ഒരു ഭരണകൂടത്തെ യാതൊരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ വെറും സോഷ്യൽ മീഡിയയും വീര്യവുമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരും എല്ലാവരും ചേർന്ന് മുട്ടുകുത്തിച്ച കഥ എന്നുള്ള രീതിയിലാണ് ജനസികൾക്കിടയിൽ പടരുന്നത്. അഥവാ 30 വയസ്സിൽ താഴെയുള്ള ഇന്ത്യയുടെ യുവത്വം തെരുവിലിറങ്ങിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് 3/4 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനകീയ വിപ്ലവത്തിനായിരുന്നു. ഇതാണ് ഒരു നറേറ്റീവ്. ഇത് വെറും ഒരു വിദ്യാർത്ഥി സമരമല്ല. ഇത് ഇന്ത്യയെ രണ്ടാമതൊരു ബംഗ്ലാദേശോ ശ്രീലങ്കയോ നേപ്പാളോ ആക്കാമായിരുന്ന ഒരു വൻ കൊടുങ്കാറ്റിനെ കേന്ദ്ര സർക്കാർ സംയമനത്തോട് നേരിട്ട് ശാന്തമാക്കിയതിന്റെ കഥയാണ്. 1.5 മാസത്തോളം നീണ്ടുനിന്ന പാറ്റാ വിപ്ലവം അഥവാ ജൻസി വിപ്ലവം ഇന്ത്യക്ക് നൽകിയ സന്ദേശം എന്താണ്? മോദി ശരിക്കും തോൽക്കുകയായിരുന്നോ, അതോ രാജ്യത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കാൻ തോറ്റുകൊടുക്കുകയായിരുന്നു? കൃത്യമായ വസ്തുതകളും ആരും പറയാത്ത സത്യങ്ങളും കൂട്ടിയിണക്കി നമ്മൾ ഇന്ന് ഈ വിഷയത്തെ അങ്ങോട്ട് കീറി മുറിച്ച് അനാലിസിസ് ചെയ്യുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ 3/4 നൂറ്റാണ്ടിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ വിപ്ലവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാർ പറയും അത് ജയപ്രകാശ് നാരായണൻ നയിച്ച ഇന്ദിരാഗാന്ധിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കിയ, ഒടുവിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോലും ഇടയാക്കിയ ആ ജനതാ വിപ്ലവമായിരുന്നു എന്ന്. സർവാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. എന്നാൽ അതിനുശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി കഴിഞ്ഞ ദിവസത്തെ താൽക്കാലികമായി അവസാനിച്ച ജൻസി വിപ്ലവം മാറി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ കൊണ്ടോ വോട്ട് ബാങ്ക് തന്ത്രങ്ങൾ കൊണ്ടോ വർഗീയ ധ്രുവീകരണ കുതന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും ഇക്കാലത്തെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഈ 30 വയസ്സിന് താഴെയുള്ള യുവതലമുറ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നത് ഈ 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഇവരുടെ നിരാശയെയും ഇവരുടെ തൊഴിലില്ലായ്മയെയും ഇവരുടെ പരീക്ഷാ തട്ടിപ്പുകളോടുള്ള അമർഷത്തെയും ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ ഏത് വലിയ ജനപ്രീതിയുള്ള സർക്കാരായാലും അതിന് വൻ വില നൽകേണ്ടി വരുമെന്നാണ് ഈ വിപ്ലവം മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് നിലവിലെ നറേറ്റീവ്. എങ്ങനെയാണ് ഈ പ്രക്ഷോഭം രാജ്യതലസ്ഥാനത്തെ വിറപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് ആദ്യം പരിശോധിക്കാം. NTA നടത്തുന്ന നീറ്റ് അടക്കമുള്ള ദേശീയ പരീക്ഷകളിലെ ക്രമക്കേടുകളും ചോർച്ചയും കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയതിനുമാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. തുടക്കത്തിൽ അമേരിക്കയിൽ നിന്നും എത്തിയ അഭിജിത് ദീപ്കെ എന്ന യുവാവ് ഇന്ത്യൻ യുവത്വത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വൻ സ്വീകരണമൊന്നും ലഭിച്ചില്ല. എന്നാൽ പിന്നീട് വലിയ ഫണ്ടിങ് നടന്നു. ഭരണകൂടം അതിനെ പൂർണ്ണമായും എങ്കിലും അവഗണിച്ചു. മാധ്യമങ്ങളും വലിയ പ്രാധാന്യമൊന്നും തുടക്കത്തിൽ നൽകിയില്ല. ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കെ നിരാഹാര സമരം ആരംഭിച്ചപ്പോൾ പതിവ് പോലെ സമരത്തെ ബുദ്ധിമുട്ടിച്ച് ഇല്ലാതാക്കാൻ ഭരണകൂട ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ പിന്നീട് ലഡാക്കിന്റെ അവകാശങ്ങൾക്കായി പോരാടുന്ന പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ഈ സമരത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ ഗൗരവമായി കാണാൻ തുടങ്ങി. അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചും ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിന് അനക്കമുണ്ടായില്ല. ഒടുവിൽ ജൂലൈ 18-ന് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ സംഭവം രാജ്യവ്യാപകമായി കത്തിപ്പടർന്നു. മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും യുവാക്കളും തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. എങ്കിലും പാർലമെന്റ് മാർച്ച് അവിശ്വസനീയമായ വിജയമായിരുന്നു. കാരണം അവരുടെ നറേറ്റീവ് അവിടെ വിജയിച്ചു. പോലീസിനെ ഉപയോഗിച്ച് ഈ മാർച്ചിലെ കുട്ടികളെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന രീതിയിലേക്ക് നറേറ്റീവുകൾ തിരിച്ചുവിട്ടു. ഡൽഹി പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി. കേന്ദ്ര സർക്കാരിന് ആദ്യമായി അമളി പറ്റിയതും സത്യം പറഞ്ഞാൽ അവിടെയാണ്. അതായത് ഈ സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ രാജ്യത്ത് പ്രധാനമായും 3 തരത്തിലുള്ള നിലപാടുകളാണ് രൂപപ്പെട്ടത്. വിപ്ലവത്തെ അനുകൂലിച്ച പ്രതിപക്ഷ നിലപാട്, ഇതിനെ അനുകൂലിച്ചവർ ഇത് മോദിക്കും സംഘപരിവാറിനും എതിരെയുള്ള സമരമായി ഉപയോഗിക്കാൻ പരമാവധി ശ്രമിച്ചു. കാരണം 12 കൊല്ലം കൊണ്ട് അവരെ കൊണ്ടൊന്നും കൂട്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. വിപ്ലവം ശക്തമായതോടെ മോദി സർക്കാരിനെ വീഴ്ത്താമെന്ന് അവർ സ്വപ്നം കണ്ടു. അടുത്ത 1/4 നൂറ്റാണ്ട് കാലത്തേക്ക് അധികാരം ഉറപ്പിക്കാനുള്ള RSSന്റെ നീക്കത്തിന് അപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായി അവർ ഇതിനെ ആഘോഷിച്ചു. രണ്ടാമത് വിപ്ലവത്തെ എതിർത്ത സംഘപരിവാർ. അതായത് മറുവശത്ത് ഭരണപക്ഷത്തെ ചില അനുകൂലികളും സംഘപരിവാർ ഹാൻഡിലുകളും ഇത് രാജ്യവിരുദ്ധ കലാപമാണെന്നും ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും പോലെ വിദേശ ശക്തികൾ നയിക്കുന്നതാണെന്നും ആരോപിച്ചു. അതിന് വ്യക്തമായ തെളിവുകളും പല ഇടത്തു നിന്നും ലഭിച്ചതുമാണ്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, നിഷ്പക്ഷവും യുക്തിസഹവുമായ മൂന്നാമത്തെ നിലപാട്. അതായത് വിദ്യാർത്ഥികൾ ഉയർത്തുന്ന വിഷയങ്ങൾ 100% ജനുവിനാണ്, അതിന് പരിഹാരം കാണണം. എന്നാൽ ഇത് കൈവിട്ടു പോയാൽ രാജ്യവിരുദ്ധ ശക്തികൾ ഇതിന്റെ പിന്നിൽ കയറിപ്പറ്റി രാജ്യത്തെ ശിഥിലീകരിക്കും.
അതിനാൽ കേന്ദ്ര സർക്കാർ ഇതെല്ലാം മുന്നിൽ കണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണം. അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും സംഭവിച്ചതുപോലെയുള്ള വലിയ രാജ്യാന്തര ആഭ്യന്തര കലാപത്തിലേക്ക് രാജ്യം കൂപ്പുകുത്താതിരിക്കാൻ സർക്കാരിന് മുമ്പിൽ മറ്റ് വഴികളില്ലായിരുന്നു. ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് സമരം അന്തിമ ഒത്തുതീർപ്പിലെത്തുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. നരേന്ദ്രമോദി ശരിക്ക് യഥാർത്ഥത്തിൽ തോറ്റുകൊടുക്കുകയായിരുന്നു? വാസ്തവത്തിൽ മോദി തോൽക്കുകയായിരുന്നില്ല, രാജ്യത്തിന് വേണ്ടി തോറ്റുകൊടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ ഭരണാധികാരികൾ ഈഗോ കാണിച്ച് വെടിവെപ്പിലേക്കും രക്തച്ചൊരിച്ചിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിൽ അതാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ പല അദൃശ്യ ശക്തികളും ആഗ്രഹിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ സമരത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മോദി തിരിച്ചറിഞ്ഞു. തുടർന്ന് മോദി നേരിട്ട് ഇടപെടുകയാണ് ഉണ്ടായിരുന്നത്. ജെൻസി തലമുറയെ നേരിട്ട് അഡ്രസ് ചെയ്യാൻ പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വരുന്നു, റീൽസുകൾ ഇടുന്നു. അതും ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ തന്നെ. കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. പരീക്ഷാ തട്ടിപ്പുകൾ തടയാൻ കർശനമായ പുതിയ നിയമനിർമ്മാണം പ്രഖ്യാപിക്കുന്നു. NTA 47 ഉദ്യോഗസ്ഥരെയാണ് ഒറ്റയടിക്ക് പുറത്താക്കിയത്. തട്ടിപ്പുകൾ കാരണം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. ഇതിൽ പരം വേറെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്നിട്ടും പക്ഷെ പ്രക്ഷോഭകർ പിന്മാറിയില്ല കേട്ടോ. അവർക്ക് എങ്ങനെയെങ്കിലും സമരം നീട്ടിക്കൊണ്ടു പോകണമല്ലോ. വിദ്യാർത്ഥികളുടെ അമർഷം മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും പടർന്നു. സമരം അതിതീവ്രമായതോടെയാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റിവെച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നത്. അത് 12 വർഷത്തെ ഭരണത്തിൽ ആദ്യമായി മോദി ഒരു ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ മന്ത്രിയുടെ രാജി സമർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പരമാധികാരത്തിന്മേൽ ജനകീയ ശക്തി വിജയം കണ്ട നിമിഷമായിരുന്നു അതെന്നാണ് കേരളത്തിലെ നറേറ്റീവുകൾ. പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു കാര്യം എന്തായാലും വിട്ടുകൂടാൻ പറ്റില്ല. അതായത് പരീക്ഷാ ക്രമക്കേടുകൾ മോദി ഭരണത്തിൽ മാത്രം ഉണ്ടായ ഒന്നല്ല. കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, മുൻപ് UPA സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും നിരവധി പേപ്പർ ചോർച്ചകളും തട്ടിപ്പുകളും ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിലും PSC തട്ടിപ്പുകളും അട്ടിമറികളും വാർത്തയായത് നമ്മൾ കണ്ടതാണ്. എത്ര ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ കരിയിച്ചു കളഞ്ഞത്. എന്നാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ പോലും റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം കേവലം നിസ്സാരമായി കാണാനാകില്ല. NTA ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതും പുതിയ നിയമം കൊണ്ടുവന്നതും സ്വാഗതാർഹം തന്നെയാണ്. എങ്കിലും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു ആദ്യം തന്നെ. അത് സത്യം തന്നെയാണ്. എന്തായാലും മോദി അത് ആദ്യമേ ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. എങ്കിൽ കൂടി ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഇവിടെ ജനാധിപത്യം വിജയിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് BJP ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഏറെ കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഭരിച്ച സമയത്തേതുപോലെ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല, ജനങ്ങളെ അടിച്ചമർത്തിയില്ല, പ്രതിപക്ഷത്തെ ജയിലിൽ കയറ്റിയില്ല. ഇവിടെ ഏറെ ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടന്നത്. അതിനെ നമുക്ക് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തുന്നതിന് നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.